ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തിങ്കളാഴ്ച രാത്രി ലെബനനിലെ വിവിധ പ്രദേശങ്ങളിലും കിഴക്കൻ ബെക്ക താഴ്വരയിലും ഇസ്രായേൽ വ്യോമസേന വ്യാപക ആക്രമണം നടത്തി. തെക്കൻ ലെബനനിലെയും വടക്കൻ ഇസ്രായേലിലെയും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹിസ്ബുള്ള ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ ഉപയോഗിച്ച് നിരന്തരം ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണങ്ങളെ ശക്തമായി നേരിടുമെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ നെതന്യാഹു വ്യക്തമാക്കി. ഇത്തരം ആക്രമണങ്ങളെ നേരിടാൻ ഇസ്രായേലിന്റെ പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയ്ക്ക് മേൽ അതിശക്തമായ പ്രഹരമേൽപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്ക് വലിയ സ്വാധീനമുള്ള ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതായി ലെബനനിലെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബെക്ക മേഖലയിലെ മഖര നഗരത്തിലും തിങ്കളാഴ്ച രാത്രി ശക്തമായ വ്യോമാക്രമണം ഉണ്ടായി. വടക്കൻ ഇസ്രായേലിലെ മിസ്ഗാവാമിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ 8 ആക്രമണങ്ങൾ തിങ്കളാഴ്ച നടത്തിയതായി ഹിസ്ബുള്ളയും അവകാശപ്പെട്ടു. US മധ്യസ്ഥതയിൽ ഏപ്രിൽ 17 മുതൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ആക്രമണം അവസാനിപ്പിക്കാനുള്ള മുന്നറിയിപ്പുകളും നിരന്തരമുള്ള അഭ്യർത്ഥനകളും ഹിസ്ബുള്ള പൂർണ്ണമായും അവഗണിച്ചതായി പേര് വെളിപ്പെടുത്താത്ത US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. സ്വന്തം സൈന്യത്തിനും പൊതുജനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളെ ഇസ്രായേൽ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാനാകില്ല. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം സമാധാന ചർച്ചകൾ തടസ്സപ്പെടുത്തുന്നതിനായി 1000-ലധികം ഡ്രോണുകളും 700-ലധികം റോക്കറ്റുകളുമാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഹിസ്ബുള്ള പ്രയോഗിച്ചത്. നിലവിലെ സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. 3 പതിറ്റാണ്ടിന് ശേഷം കഴിഞ്ഞ മാസമാണ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള സമാധാന ചർച്ചകൾ വാഷിംഗ്ടണിൽ ആരംഭിച്ചത്. വെടിനിർത്തൽ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിനായി ലെബനനിലെയും ഇസ്രായേലിലെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഈ വരുന്ന വെള്ളിയാഴ്ച പെന്റഗണിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്തും. മേഖലയിൽ സംഘർഷയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധരാക്കാനാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ലക്ഷ്യമിടുന്നത്. അതേസമയം ലെബനനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളും ലെബനന് അമേരിക്ക നൽകുന്ന കലവറയില്ലാത്ത പിന്തുണയും ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്ക് വലിയ ഭീഷണിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ലെബനൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ വിജയകരമായി നടപ്പിലാക്കുന്നത് തീവ്രവാദ സംഘമായ ഹിസ്ബുള്ളയുടെ അധികാരങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ തെക്കൻ ഗ്രാമമായ കഫാർ റുമ്മനിൽ ഇസ്രായേൽ നടത്തിയ മിന്നൽ വ്യോമാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ഇതിനു പുറമെ പ്രദേശത്തെ മറ്റു ഭാഗങ്ങളിലുണ്ടായ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണങ്ങളിൽ 3 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഹിസ്ബുള്ളയുടെ 70-ലധികം സായുധ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു. ഇറാനിലെ ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത ആക്രമണങ്ങൾക്ക് 2 ദിവസത്തിന് ശേഷം മാർച്ച് 2-നാണ് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള പകപോക്കലായി റോക്കറ്റുകൾ പ്രയോഗിച്ചത്. ഇതോടെയാണ് മേഖലയിൽ അപ്രതീക്ഷിത യുദ്ധം വീണ്ടും ആരംഭിച്ചത്. ലബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്കുകൾ പ്രകാരം പുതിയ സംഘർഷങ്ങളിൽ ലെബനനിൽ ഇതുവരെ 3000-ലധികം പേർ കൊല്ലപ്പെട്ടു. 22 സൈനികരും ഒരു കരാറുകാരനും ഉൾപ്പെടെ 23 ഇസ്രായേലുകാരും സമീപ ദിവസങ്ങളിൽ തെക്കൻ ലെബനനിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ മുൻപുണ്ടായ ആക്രമണങ്ങളിൽ വടക്കൻ ഇസ്രായേലിലെ 2 സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി നെതന്യാഹുവിന്റെ ഓഫീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.